ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മൾ വെഡ്ഡിങ് വ്ളോഗ് ഇട്ടായിരുന്നു. അപ്പോൾ ഒന്ന് ചെക്കൻ്റെ വീട്ടിലെ പരിപാടിയാണ്, അത് പെണ്ണിൻ്റെ വീട്ടിലെ പരിപാടിയായിരുന്നു. ഇന്ന് ചെക്കൻ്റെ വീട്ടിലെ പരിപാടിയാണ്, റിസപ്ഷൻ വ്ളോഗാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ 5 മണിക്കാണ്, 5 മണിക്ക് ശേഷമാണ് അവിടുത്തെ പരിപാടി. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് അടിക്കാതെ കാണാം. അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കാണാം. ഗൈസ്, ഇതാണ് നമ്മുടെ ഡ്രസ്സ് വരുന്നത്. ഇനി നമുക്ക് മേക്കപ്പൊക്കെ ചെയ്യാം. ഡ്രസ്സ് ഇട്ടുള്ള കഴിഞ്ഞു, ഇനി മേക്കപ്പ് ചെയ്യും. ലിപ് ബാമും സൺസ്ക്രീമും മോയ്സ്ചറൈസറും ഫസ്റ്റ് ഇട്ട് വെച്ചു. ഇനി ബാക്കി പരിപാടികളൊക്കെ ശരി. നമുക്ക് കൺസിലർ യൂസ് ആക്കട്ടെ. ഫസ്റ്റ് ഇവിടെയൊക്കെ ഇതിൽ എന്നിട്ട് വരാം. ലിപ് ബാം ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇട്ടതേ മതി അല്ലേ? ലൈറ്റ് ഉണ്ടല്ലേ? നമ്മൾ കട സെറ്റാക്കി വെച്ചേക്കാം. കണ്ണിൽ ആക്നെ മാർക്സ് ഉണ്ട്, ആക്നെ ഉണ്ട്. എന്താ ചെയ്യുക? നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. ഇൻസൈറ്റ് ഉണ്ട്, മൈ ഫേവറേറ്റ്. കുറച്ചുകൂടി പോയ ഗൈസ്. അതെ, മതി. അങ്ങനെ ധാരാളം കഴുത്തിലൊക്കെ ഇട്ടോ. രണ്ട് കളർ. ഇന്നിപ്പോൾ നല്ല മഴക്കാറുണ്ട്. അപ്പം ഒക്കെ പറ്റിയ ക്ലൈമറ്റാണ്. പക്ഷെ എനിക്ക് ചൂടായാലുണ്ട്, എനിക്ക് മുഖത്ത് എന്തിട്ടാലോ അത് വേഗമായാലും ഓയിലി സ്കിന്നിൻ്റെ ഒക്കെ പ്രശ്നമാണ്. അതേമാതിരി അലിഞ്ഞറിട്ടാലുള്ള പ്രശ്നമാണ് എനിക്ക്. അലിഞ്ഞറ് വേഗം പേരുണ്ട്. അലിഞ്ഞറിട്ട് ഞാൻ ഇതിലങ്ങോട്ട് മാറ്റം ഉണ്ടാവും. അല്ലെങ്കിൽ എനിക്കറിയാം എൻ്റെ വേഗം പരക്കുന്നു. റൈസ് സൗണ്ടൊക്കെ കേൾക്കും, അത് സ്വാഭാവികം. ഇവിടെ അമ്മാരും വെട്ടുന്ന ആൾക്കാരുണ്ട്, അതിൻ്റെ സൗണ്ടാണ്. ഞാൻ എൻ്റർ എടുത്തപ്പോൾ ഉണ്ട് സൗണ്ട്. അപ്പം ഓക്കെ, അതിലൊട്ടും ഒന്ന് മീഡിയ കട്ട് തട്ടി. നമുക്ക് അരിഞ്ഞറ് നമുക്ക് ഇതിൽ നിന്നിട്ട് ഫുള്ളായിട്ട് പോകാം. ലിങ്സ് മാത്രം രണ്ട് ഭാഗത്തും ശരിക്ക് കിട്ടി. നമുക്ക് ബ്ലഷ് നമുക്ക് കുറച്ചിട്ടാണ് കൂടാൻ മതി. ഇതൊന്ന് സെറ്റാക്കാൻ മതി. റെഡി.
കണ്ടില്ലേ 2 കവളും ചുകന്ന് നിൽക്കണം, ചുകപ്പോടെ നിൽക്കണം. അത് കുറച്ച് കൂടുതലാണ്. എത്ര ബ്ലഷ് ഇട്ടാലും മതിയാവില്ല. ബട്ട് നമ്മൾ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ അതിൻ്റെതായ എടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് മതി. പിന്നെ ഹൈലൈറ്റർ നമുക്ക് മസ്കാര ഇടാം. കുറച്ച് ഞാൻ നേരത്തെ വരും. ഞാൻ എന്താ വെച്ചാൽ എൻ്റെ എത്ര ആയാലും ഇപ്പോൾ പോകാൻ ആവുമ്പോഴത്തേനും ഇതൊരു കഴിയില്ല. നമ്മൾ നേരത്തെ ലിപ്സ്റ്റിക്ക് ഫെയർ ചെടി മതി. ലിപ് ബാം തന്നെ നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് സെറ്റല്ലേ. നമുക്ക് ഫൈനലി സെറ്റിംഗ് സ്ക്രാച്ച് വെക്കാം. ഡള്ളറൊക്കെ പെരക്കോ റെഡി. ഓക്കെ, ഫാൻ നേരത്തെ ഫാൻ ഇട്ടേക്കാം. നമ്മളെ മേക്കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഫാൻ അല്ലെങ്കിൽ എ സി ഇട്ടേക്കാം. എ സി ഇട്ട് എനിക്ക് തണുക്കും, അതുകൊണ്ട് ഞാൻ എ സി ഇട്ടിട്ടില്ല. ഞാൻ ഫാൻ ദിവസമായിട്ടിരിക്കും. അതൊന്ന് സെറ്റായിട്ട് ഹെയർ സെറ്റാക്കും. അപ്പോൾ നമ്മളെ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് ഗൈസ് വായിച്ചിട്ടും ഇറങ്ങിയിട്ടും ഈ ടൈമായിട്ട് ഇറങ്ങണ വിഷ്വൽസ് ഇടാം. താഴേക്ക് ഇറങ്ങി നോക്കണം, ആരെങ്കിലും മാറ്റിയില്ല എന്നൊക്കെ നോക്കാം. ഞാൻ നേരത്തെ മാറ്റി വയ്ക്കും, അല്ലെങ്കിൽ ഞാനൊക്കെ ലാസ്റ്റ് ഇടുന്നതാണ്. ഇപ്പോൾ നല്ല മഴക്കാറുണ്ടോ എന്താ വന്നോ. അപ്പം നേരെ നമുക്ക് താഴേക്ക് പോയേക്കോ. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടോ ഗൈസ്. നമ്മൾ കഴിഞ്ഞ് പോകാണ്. മറ്റേ ബാലൻസ് വലിയതാണ്. സെലിബ്രിറ്റി ഇവിടെ മഴ പെയ്തിരിക്കുകയാണ്. മഴ വെള്ളത്തിന് കല്യാണം ആരും വെക്കരുത്. കന്നഡല്ലൊരു പ്രത്യേകിച്ച് വരാൻ പാടില്ല. ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നത് എൻ്റെ ആൻറ്റി കേട്ടോ. എൻ്റെ അതേ വൈബിന് പറ്റിയ ആൻറ്റിയാണ്. ഞങ്ങൾ രണ്ടാളും ചിരിച്ചാൽ പിന്നെ ചിരിച്ചിട്ടാ അതിലേക്ക് ഫസ്റ്റ് സ്ഥലം എങ്ങനെയുണ്ട്? ടേസ്റ്റ് എന്താ പറയുക? കൊള്ളാം. മഴ പെയ്ത് ആകെ കുളത്തിലായി. ഫുഡ് കൊള്ളാം. അതായത് ഇഷ്ടമായോ? ചിക്കൻ സുർപ്പിയ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നേരത്തൊക്കെ നല്ല മഴ ചാറ്റിലായിട്ടോ. ഞങ്ങൾ ഇരുന്നപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇനി ഈ ഇവൻറ്റ് ചെയ്തിട്ടുള്ളത് ബി വെഡ്ഡിങ്സ് ആണ്.
നല്ല അടിപൊളി ആയിട്ട് ഒരു ഡെക്കറേറ്റ് കേട്ടോ. പറയാൻ നല്ല രസമുണ്ടായിരുന്നു. ऐसे ना जाओ प्रिया, ऐसे ना जाओ प्रिया, जुड़ी है राहें सारी तुझसे। कि कोई इतना खूबसूरत, कोई इतना खूबसूरत, कोई इतना खूबसूरत कैसे हो सकता है। कि कोई इतना खूबसूरत, कोई നമ്മൾ മഴ പെയ്യണതിൻ്റെ മുമ്പ് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. വീട്ടിലെത്തി ഗൈസ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശരി, ബൈ.